ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പക്ഷികളെക്കുറിച്ചും അവയുടെ ശബ്ദങ്ങളെക്കുറിച്ചും പഠിക്കാം. പീകോക്ക്, മലയാളത്തിൽ മയിൽ. പീകോക്ക് ഇന്ത്യയുടെ നാഷണൽ ബേർഡാണ്. പീകോക്ക് എന്ന് പറയുന്നത് ആൺമയിലുകൾക്കാണ്. അപ്പോൾ പെൺമയിലുകൾക്ക് എന്ത് പറയും കൂട്ടുകാരെ? പീഹൻ. ക്രോ, കാക്ക. കാക്കകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബേർഡാണ്. അവയ്ക്ക് പസിൽസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മനുഷ്യരുടെ മുഖങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. തിളക്കമുള്ള വസ്തുക്കൾ വളരെ ഇഷ്ടമുള്ള ഒരു ബേർഡാണ് കാക്ക. ക്രോ, പീജിയൺ, പ്രാവ്. പീജിയൺ സാധാരണ സിറ്റി ബേർഡ്സ് ആണ്. അവയെ കൂടുതലും സിറ്റികളിലൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ എത്ര ദൂരം പറന്നു പോയാലും തിരിച്ച് എത്താനുള്ള ഒരു കഴിവ് പീജിയണിനുണ്ട്. ഈഗിൾ, മലയാളത്തിൽ കഴുകൻ. കഴുകനെ പക്ഷികളുടെ രാജാവായിട്ടാണ് കാണപ്പെടുന്നത്. കഴുകൻ്റെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. വളരെ ദൂരത്ത് നിന്ന് തന്നെ അവയ്ക്ക് അവയുടെ ഇരയെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഔൾ, മലയാളത്തിൽ മൂങ്ങ. മൂങ്ങ രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ അവയ്ക്ക് വളരെ വലിയ കണ്ണുകളായിരിക്കും രാത്രിയിൽ കാണുന്നതിന് വേണ്ടി. അവയുടെ കണ്ണുകൾ അവയ്ക്ക് സൈഡിലേക്കൊന്നും ചലിപ്പിക്കാനൊന്നും സാധ്യമല്ല. മൈന. മൈന നമ്മൾ സാധാരണയായി കാണുന്ന ഒരു പക്ഷിയാണ്. മൈനയ്ക്ക് മനുഷ്യരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ മൈനകൾ കൂടുതലും പെയർ ആയിട്ടായിരിക്കും കാണുക. ഒന്നായിട്ട് കാണാൻ അങ്ങനെ സാധ്യത വളരെ കുറവാണ്. മൈന. പാരറ്റ്, മലയാളത്തിൽ തത്ത. തത്തയ്ക്കും മനുഷ്യരുടെ സൗണ്ട് നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ തത്തകൾ എല്ലാ കളറുകളിലും വരും. നമ്മളുടെ ഇവിടെ കൂടുതലും പച്ച കളർ തത്തകളാണ് കാണുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള ബേർഡുകളാണ്. 80 മുതൽ 100 വർഷം വരെ ഒരു തത്തയ്ക്ക് ആയുസ്സുണ്ട്. സ്പാരോ, മലയാളത്തിൽ കുരുവി. കുരുവികൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴും വരുന്ന പക്ഷികളാണ്. അവയൊരു കൂട്ടമായിട്ടായിരിക്കും വരിക. ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടമായിട്ടാണ് വരിക. ഏതു നേരവും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ചിർപ്പിംഗ് സൗണ്ട്. വുഡ് പെക്കർ, മലയാളത്തിൽ മരം കൊത്തി. വുഡ് പെക്കർ എപ്പോഴും മരത്തിൽ ഇങ്ങനെ കുത്തി കുത്തി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ക്രെയിൻ, കൊക്ക്. കൊക്ക് നല്ല പൊക്കമുള്ള ഒരു ബേർഡാണ്. അവയുടെ കഴുത്തും കാലുമൊക്കെ നല്ല നീളമുള്ളതായിരിക്കും. അതേപോലെ തന്നെ സാരസ് ക്രെയിൻ എന്ന് പറയുന്ന ബേർഡാണ് ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്. പെരഗ്രെയിൻ ഫാൽക്കൺ, മലയാളത്തിൽ നമ്മൾ കായൽ പുല്ല് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയാണ് പെരഗ്രെയിൻ ഫാൽക്കൺ. അവയ്ക്ക് മണിക്കൂറിൽ ഏകദേശം 300 കിലോമീറ്റർ പറക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈഗിളിനെ പോലെ വളരെ നല്ല കാഴ്ചശക്തിയാണ്. അവയ്ക്ക് ചെറിയ ബേർഡുകളെയൊക്കെ വായുവിൽ വെച്ച് തന്നെ പിടിക്കാൻ കഴിയും. ഹമ്മിങ് ബേർഡ്, പുറകോട്ട് പറക്കാൻ കഴിവുള്ള ഒരേ ഒരു ബേർഡാണ് ഹമ്മിങ് ബേർഡ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയും ബി ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഹമ്മിങ് ബേർഡിന് ചിറകുകൾ സെക്കൻഡിൽ 50 മുതൽ 60 പ്രാവശ്യം വരെ ഫ്ലാപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അവയ്ക്ക് പുറകോട്ട്, മുമ്പോട്ട്, താഴേക്ക്, മുകളിലേക്കെല്ലാം പറക്കാൻ കഴിയുന്നത്.